നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. റഷ്യയിൽ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടതും തെക്കുംകര കുത്തുപാറ സ്വദേശി ജയിന് ഗുരുതര പരിക്കേറ്റതും നിർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യക്കടത്തലിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പ്രഖ്യാപനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പോരാടിയാലേ ഇത്തരം സംഭവങ്ങൾ നിയന്ത്രിക്കാനാകുമെന്നും മുഖ്യമന്ത്രി. ഡ്രോണാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടനെല്ലൂർ സ്വദേശി ബിനിലിന്റെ മരണം സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ നോർക്കയ്ക്ക് ഏകോപന ചുമതല. ഗുരുതര പരിക്കേറ്റ തെക്കുംകര കുത്തുപാറ സ്വദേശി ജെയിനിനെയും ജന്മനാട്ടിലെത്തിക്കും. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിന്റേതാണ് പ്രഖ്യാപനം. നിർധന കുടുംബങ്ങളെ കെണിയിൽ കുടുക്കുന്ന സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് ബിനിലിന്റെ കുടുംബം. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യം. മസ്തകത്തിൽ വെടിയേറ്റതിന് സമാനമായ പരിക്കുകളുടെ ചാലക്കുടി ഏഴാറ്റുമുഖത്ത് വനമേഖലയിൽ കാട്ടാന. തുമ്പിക്കൈയിനു മുകളിൽ ചോരപ്പാടുകൾ. കാട്ടുകൊമ്പന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക. നിരീക്ഷണ വലയത്തിലാക്കി വനം വകുപ്പ്. നിലമ്പൂരിൽ വീണ്ടും ആനക്കലി. ആടുകളെ മേയ്ക്കാൻ വനമേഖലയിലേക്ക് പോയ ആദിവാസി വനിത കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മൂത്തേടം ഉച്ചക്കുളമൂരിലെ കരിയന്റമാരെ വിലാസിനിയാണ് ആനക്കലിക്കിരയായത്. വൻ പ്രതിഷേധവുമായി ജനങ്ങൾ. പൂങ്കുന്നം MLA റോഡിൽ മിനി ബസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് തകർന്നു. ശോഭാ സിറ്റിയിലേക്ക് തൊഴിലാളികളുമായി എത്തി മടങ്ങുവെന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ പാലക്കാട് സ്വദേശി 55-കാരൻ ബിജുവിന് പരിക്ക്. ഒഴിവായത് വൻ ദുരന്തം. പാതയോരത്തെ മരത്തിലിടിച്ചാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. ബുധനാഴ്ച കാലത്ത് 10 മണിയോടെയായിരുന്നു അപകടം. തലകീഴായി മറിഞ്ഞ ബസ്സിലുണ്ടായിരുന്നത് ഡ്രൈവർ മാത്രം. കേരളത്തിന്റെ അതിസമ്പന്നമായ പോലീസ് പ്രതിഭകളുടെ ഗണത്തിലേക്ക് 150 ഡ്രൈവർമാർ കൂടി. ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയവർ ഇനി സേനയുടെ ഭാഗം. സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അഭിവാദ്യം സ്വീകരിച്ചു. മാറുന്ന കാലത്തിനനുസൃതമായി ആധുനിക സാങ്കേതിക വിദ്യകൾ പരിശീലിക്കാൻ സേനാംഗങ്ങൾ പര്യാപ്തരാകണമെന്ന് ആഹ്വാനം. സ്ത്രീ പുരുഷ വേർതിരിവ് ഒഴിവാക്കി പ്രതിജ്ഞാവാചകം. MTech ബിരുദധാരികൾ 2 പേർ. പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യത 7 പേർക്ക്. BTechുകാർ 15 പേർ. B.Ed 2. 53 ബിരുദധാരികൾ. 16 പേർക്ക് ഡിപ്ലോമ. 15 ITI ബിരുദധാരികൾ. ഡ്രൈവർമാരിൽ പ്രതിഭകളുടെ നിര. ആധുനിക ചികിത്സാ രംഗത്തെ മുന്നേറ്റങ്ങൾക്കിടയിലും അവഗണിക്കപ്പെടുന്നവർക്ക് പിന്തുണയും കരുതലുമായി പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ. സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം സന്ദേശം. കേരളത്തിൽ പാലിയേറ്റീവ് രംഗത്ത് നടക്കുന്നത് മാതൃകാപരമായ മുന്നേറ്റം. രോഗിക്ക് വൈകാരികവും പ്രായോഗിക പിന്തുണയും നൽകുന്നവർക്ക് ആദരമൊരുക്കി സംഘടനകൾ. മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിൽ അന്തേവാസികൾക്ക് സ്നേഹ സമ്മാനം നൽകി മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റ്. സ്നേഹാലയം മാന്റണിയെ ആദരിച്ചു. തെക്കുംകരയിൽ CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് ഉപഹാരം. സ്വച്ഛ സർവേക്ഷൺ പ്രചരണ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി ഏറ്റെടുത്ത് വടക്കാഞ്ചേരി നഗരസഭ. ഓട്ടുപാറ നഗരത്തിൽ ബോധവൽക്കരണവും ഫ്ലാഷ് മോബുമായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ. മാലിന്യം വലിച്ചെറിയലല്ല തിരിച്ചറിയലാണെന്ന് സന്ദേശം. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷനിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ കശപിശ. 3 യുവാക്കൾക്ക് വെട്ടേറ്റു.
മാരാക്കൽ പീച്ചി സ്വദേശികളാണ് ആക്രമണത്തിനിരയായത്. നാടിനെ ഞെട്ടിച്ച സംഭവത്തിൽ പ്രതികൾക്ക് വേണ്ടി ഊർജിത പോലീസ് അന്വേഷണം. ആചാരവൈവിധ്യങ്ങളുടെ സമ്മോഹന നിമിഷങ്ങൾ ഉത്സവപ്രേമികൾക്ക് സമ്മാനിക്കുന്ന മച്ചാട് മാമാങ്കത്തിന്റെ സുപ്രധാന ചടങ്ങുകളിലേക്ക് വഴിമാറി മച്ചാട് 6 തറകൾ. മാമാങ്ക നടത്തിപ്പ് ദേശം പുന്നമ്പറമ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദേശപ്പാന നടന്നു. ചടങ്ങുകളിൽ പങ്കെടുത്ത് നിരവധി ഭക്തജനങ്ങൾ. പുതിയതായി പണിതീർത്ത പാനക്കാലുകളും കുതിരനാളനും നടക്കൽ സമർപ്പിച്ച് പുന്നമ്പറമ്പ് മേൽശാന്തി സുരേഷ് എമ്പ്രാന്തിരി കാർമ്മികനായി. ചെക്ക് പോസ്റ്റുകൾ വഴി വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തൽ. സംസ്ഥാനത്തെ 20 മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ നീക്കം. GST വകുപ്പുമായി സഹകരിച്ച് പുതിയ പരിശോധനയ്ക്കുള്ള ശുപാർശ ഗതാഗത കമ്മീഷണർ സർക്കാരിനെ സമർപ്പിക്കും. അഴിമതി വെച്ചുപൊറിപ്പിക്കാനാകില്ലെന്ന് കമ്മീഷണർ. ശബരിമല തീർത്ഥാടനക്കാലത്ത് 1/2 കോടിയിലധികം പേർ ദർശനം നടത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയിൽ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ വെള്ളിയാഴ്ച വരെ സമയം. മകരവിളക്ക് ദർശനത്തിനെത്തിയത് 14 ലക്ഷത്തിലധികം ഭക്തർ. ബഹുഭൂരിഭാഗം പേരും സന്നിധാനത്ത് നിന്ന് മടങ്ങാനാരംഭിച്ചു. മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാൻ സേവ്യർ ചിറ്റിലപ്പള്ളി MLA നേതൃത്വത്തിൽ അക്ഷീണ പ്രയത്നം. DPR തയ്യാറാക്കാൻ സർവേ ആരംഭിച്ചു. ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങും വിശദ പദ്ധതി രേഖയും തയ്യാറാക്കും. RBDCK ഉന്നത ഉദ്യോഗസ്ഥരും കൺസൾട്ടൻസി പ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എയ്റോടൈഡ് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. മേൽപ്പാല നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി തേടുമെന്ന് MLA.